ഇതൊരു താടി ഉണ്ടാക്കാനുള്ള തുണിയാണ്. ഇതിന് മുകളിലൊരു പീസ് സ്പോഞ്ച് വെച്ച് കട്ടി കൂട്ടാനായിട്ട് ഇത്രയും സ്പോഞ്ച് വെച്ച് തയ്ക്കണം. ഇത്ര വീതിയിൽ തയ്ക്കും. അതിന് മുകളിലായിട്ട് വേറൊരു തുണി പിടിപ്പിക്കും. അതിനുള്ളിൽ ഈ വള്ളി പോകും. എന്നിട്ട് ഈ തുണിയിൽ സ്പോഞ്ചിന് താഴെയുള്ള ഭാഗത്ത് കട്ട് ചെയ്ത് മുടി പോലെ ഇടാം. ഇതിനു മുമ്പ് മൗത്തിലുള്ള ഹോള് ഇതിൽ കട്ട് ചെയ്യണം. ഇത് മടക്കിയിട്ട് മൗത്ത് വെച്ചിടുക. ഇതിൽ കട്ട് ചെയ്തിട്ട് മൗത്താണ്. ഇതുകൊണ്ട് കട്ട് ചെയ്തിട്ട് തയ്ച്ചു വെക്കണം. ഇത് മുസ്താഖിൻ്റെ ഭാഗം മുസ്താഖ് മീശ. ഇത് താടി ഭാഗം ബിയേഡ്. ഇത് മുസ്താഖ്. ഇതിന് മുകളിലേക്ക് തുണി വെച്ച് തയ്ച്ചു. ഇതിങ്ങനെ തയ്ച്ചിട്ട് മറിച്ചെടുക്കും. ഇപ്പം ക്ലോസ് ആയിട്ടിടുന്നു. എല്ലാ വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് അതിന് മണ്ണിൽ സ്പോഞ്ച് വെച്ച് ഇതിങ്ങനെ തയ്ച്ച് ഒഴിപ്പിച്ചിട്ട് ഈ വള്ളി ഇതിനിടയ്ക്കൂടെ പോകണം. ഇതിനകത്ത് ഈ ബ്ലാക്കിൻ്റെ അകത്ത് വള്ളി ഇങ്ങനെ പോകണം. തയ്ച്ച് കഴിയുമ്പോൾ വള്ളി പുറത്ത് വരണം. ഈ മീശ വാഴയുടെ മുകളിലായിട്ട് ഈ വള്ളി വെച്ച് ഇവിടെ തയ്ക്കും. രണ്ട് സൈഡും തയ്ക്കും. അകത്ത് സ്പോഞ്ച് പിടിപ്പിച്ചിട്ട് തുണി അകത്തോട്ട് അങ്ങോട്ട് മറിച്ചെടുത്തു സ്പോഞ്ച് ഉള്ളിലേക്കാക്കി തയ്ക്കാറുണ്ട്. ഇതിന് മുകളിൽ അടുത്ത തുണി പിടിപ്പിച്ചിട്ട് മറിച്ച് എടുക്കും. ഇത് നല്ല വശം ഇവിടെ അടിച്ചിട്ട് അപ്പുറത്തേക്ക് മറിച്ചെടുക്കും. ഈ വാഴയുടെ ഭാഗം സീൽ ചെയ്യാൻ വേണ്ടി ഒരു പൈപ്പിങ് വെച്ച് ഈ തുണി പിടിപ്പിച്ചിട്ട് റൗണ്ടിൽ അടിച്ചിട്ട് കട്ട് ചെയ്ത് അകത്തേക്ക് വിടാം. ഗ്ലോസ് റെഡി ആയിരിക്കും. ഇവിടെ പിടിപ്പിച്ച് വെച്ചു. ഈ വാഴ ഷേപ്പിൽ തയ്ച്ച് വെച്ച് ഇവിടെ തയ്ച്ചു. ഈ ഭാഗം കട്ട് ചെയ്ത് കളയുക. ഈ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഈ തുണിയെടുത്ത് അകത്തോട്ട് ഈ തുമ്പെടുത്ത് അകത്തോട്ട് മടക്കി വെക്കും. അപ്പം ക്ലോസ്ഡ് ആയിട്ട് കാണും. ഭാഗം കട്ട് ചെയ്ത് ഇനി എല്ലാ സൈഡിലും ഈ അരിയിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് അകത്തോട്ട് മടക്കി ആവശ്യമില്ലാത്ത എക്സ്ട്രാ ആയിട്ട് കട്ട് ചെയ്യും. വാഴയുടെ ഭാഗം നീറ്റാക്കി അടുത്തതിൻ്റെ വള്ളി മുകളിൽ വെച്ചിട്ട് ഈ രണ്ട് സൈഡിലും അടിച്ച് പിടിപ്പിക്കും. ഈ സൈഡിലും പിടിപ്പിക്കും. ബ്ലാക്ക് ഫ്രില്ല് വെച്ച ഹെയർ ബോയുടെ പീസൊക്കെ കിട്ടി. അതൊക്കെ ഇതിൽ പിടിപ്പിക്കുക. ഹെയർ ബാൻഡ് ബ്ലാക്ക് ഇലാസ്റ്റിക്കോടുകൂടിയായിരുന്നു. അത് പൊട്ടിപ്പോയപ്പോൾ അത് ഇവിടെ പിടിപ്പിച്ചു.
ഫ്രീ ആയി കിടക്കുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് വീതി കുറഞ്ഞ് കട്ട് ചെയ്തിടുന്നു. അറ്റം വരെ കട്ട് ചെയ്യുന്നു. മീശയും താടിയും റെഡിയായിട്ടുണ്ട്. ഈശോയുടെ മീശയും താടി.